ബാലരാമ, എന്തോ വാഹനം ഏതോ വന്നിട്ടുണ്ട്. ഓ പനിയെന്ന് വെച്ചാൽ തുള്ളുന്ന പനി. ഛർദിക്കുകയും ചെയ്തു. കുറെ ചോര എടുത്തുകൊണ്ട് പോയി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിവരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഭേദമുണ്ടോ? ഭേദമെന്ന് പറഞ്ഞാ ഒന്ന് കുറഞ്ഞു, അത്ര തന്നെ. അല്ല, അമ്മാമ്മ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? പകലേ പറ്റണില്ല, പിന്നല്ലേ ഈ പാതിരാത്രി. ആ കണക്കെഴുത്ത് പേന പഠിക്കാൻ കാവലാ. കമ്പി കിട്ടിയപ്പോ ഞാൻ കരുതി വളരെ സീരിയസ് ആയിരിക്കുമെന്ന്. ഈ പനിയും ജലദോഷവും ഒക്കെ വരുമ്പോ എന്തിനാ പിന്നെ നമ്മളെയൊക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ല, ഇന്നത്തെ കാലത്ത് പനിയെന്നല്ല, ഒന്ന് തുമ്മുന്നത് പോലും പേടിക്കണം. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ പരാതി പറയരുത്. മേനിവിടെ ഉണ്ടായിട്ടും ഞങ്ങളെ ഒന്ന് അറിയിച്ചില്ലല്ലോ എന്ന്. ഏടത്തിയും കുട്ടികളും എല്ലാരും ഇവിടെ ഇല്ലേ? അല്ലാതെ ഇവിടെ പോകാൻ എല്ലാവരും ഉണ്ട്. കുഴിക്ക് കാല് നീട്ടിയിരിക്കണ മതിലകത്ത് ചെറിയച്ചൻ തമ്പുരാൻ വരെ ചെറുമകൻ ബാലരാമനെയും കൂട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ട്. അപ്പോ മദ്രാസിൽ നിന്നും സുഭദ്രാവർമ്മ എത്തി. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടോ എത്താൻ? ജാനകിക്കൊരു മകനുണ്ടായിരുന്നല്ലോ, ബാംബേക്കാരൻ, ഒരു കറുമ്പൻ വർമ്മ. അവനെത്തിയോ? ഇല്ലാന്ന് തോന്നുന്നു. ഊട്ടുപുരയിൽ അങ്ങനെ ഒരാളെ കണ്ട ഓർമ്മയില്ല. ഏയ്, വരാണ്ടിരിക്കില്ല. മുത്തശ്ശ, ആ, അമ്മാവൻ തിരുമനസ് തട്ടിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം ഒന്ന് പറയണ്ടേ? പറയണം. വരട്ടെ വരട്ടെ. ഒരു വാഹനം വന്ന ശബ്ദമല്ലയോ കേട്ടത്? അതെ, ഓട്ടോറിക്ഷയാണ്. അത് അയാളാവണമല്ലോ. ആരെ? ജാനകിയുടെ മകൻ. നിന്നെ നോക്കി നോക്കി കണ്ണു കഴിച്ചു. ഉച്ചയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? കൊച്ചിയിൽ ഇറങ്ങേണ്ട വിമാനം അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു ഇറങ്ങിയത്. അവിടുന്ന് ഒരു ബസ് പിടിച്ച് വരിക. ട്രെയിനിന് വന്നാ മതിയായിരുന്നു. ഇതിപ്പോ കാശത്രയാ പോയത്? അത് പോട്ടെ, അമ്മാമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടെന്നാ പറയണേ. സത്യാവസ്ഥ ആരോട് ചോദിച്ചാ മനസ്സിലാക്കുക? അമ്മയും അച്ഛനും അമ്മാമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ? കേറി ഒന്ന് കാണാൻ സമ്മതിച്ചത് ഒരേ ഒരു പ്രാവശ്യ. അതെന്താ? ഏട്ടൻ തിരുമനസിന് പ്രായം ഏറും തോറും വാശിയും ശുണ്ഠിയും വർദ്ധിച്ചു വരിക. ഇപ്പൊ നമ്മോടൊന്നും ഒരു താല്പര്യവും ഇല്ല. മഹാരാജാവിനേക്കാളും പ്രൗഢി സെക്രട്ടറി രാമമേനോനാ. പിന്നെങ്ങനാ? ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കുറച്ച് പണമോ ഭൂമിയോ എന്തെങ്കിലും കിട്ടിയാ നമ്മുടെ ഗുപ്തന് കൊള്ളാം. ഓരോരുത്തർക്കുള്ള മഹാ ഏട്ടൻ തിരുമനസുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ കണക്കെഴുത്ത് വേനോ പറഞ്ഞല്ലോ. പക്ഷെ ഏട്ടന്റെ കാലശേഷം കിട്ടൂന്ന് മാത്രം. അല്ലാണ്ട് ആർക്കും കൊടുക്കാനാ? മക്കളോ ഇല്ല. വല്യമ്പ്രാട്ടിക്കാണെങ്കിൽ പണത്തിന്റെ സ്വത്തിന്റെ ഒരു കാര്യമില്ല. നമുക്ക് കഷ്ടിക്കുള്ള വഹ വെച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാ. എന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. മറ്റാർക്ക് കൊടുക്കുന്നതിലും അസാരം കൂടുതലേ നമുക്ക് വയ്ക്കൂ. എന്താച്ചാ ഏട്ടൻ തിരുമനസുകൊണ്ട് കലയെയും കലാകാരന്മാരെയും ബഹുമാനിക്കുന്ന ആളാ. പിന്നെ ഇവിടെ സംബന്ധം ചെയ്തൊരു ബ്രാഹ്മണൻ ഞാൻ ഒരാളേ ഉള്ളൂ. ഇപ്പോഴും നല്ല നേരാണെങ്കിൽ ഒരു പദം ആടിക്കാണിച്ചാൽ ഉടനെ തരും പാരിതോഷികം. ദാ ഈ മോതിരം ഓർമ്മയുണ്ടോ? എന്റെ രൗദ്രഭീമനെ അദ്ദേഹം മനസ്സറിഞ്ഞ് പ്രസാദിച്ചതാ. നിങ്ങളുടെ വിചാരം ഒക്കെ മണ്ടത്തരാ. എന്റെ ഈശ്വര, ഇങ്ങനൊരു ബുദ്ധിയില്ലാത്ത നമ്പൂരിയാണല്ലോ എന്റെ ഏട്ടൻ കണ്ടുപിടിച്ചു തന്നത്. രാജവംശത്തിൽ ജനിച്ചെങ്കിലും ബുദ്ധിയില്ലാത്ത തനിക്ക. താനും തന്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇങ്ങനെ വട്ടം ചുറ്റുന്നത് എന്തിനാന്നേ ഏട്ടൻ തിരുമനസിന് നന്നായിട്ട് അറിയാം. സ്വത്തിനും പണത്തിനും ഒന്നും അതിമോഹം ഇല്ലാണ്ട് ഒതുങ്ങി നിന്നാൽ നമ്മളോട് ഇഷ്ടമുണ്ടാവും ഏട്ടന്. പിന്നെ ഒരു കലാകാരൻ എന്നുള്ള ബഹുമാനവും. മനസ്സറിഞ്ഞ് എന്തെങ്കിലും തരുന്നത് നമുക്ക് തന്നെയായിരിക്കും, ഉറപ്പാ. തണുക്കണുണ്ടോ അമ്മയ്ക്ക്? തല ഒന്നുകൂടെ തോർത്തിക്കോളൂ സരസ്വതി. ഞാൻ ആ കുങ്കുമച്ചെപ്പൊന്ന് എടുക്കട്ടെ. കുങ്കുമം ഞാൻ എടുക്കാം. ഞാൻ തോർത്തിയ വല്യമ്പ്രാട്ടി രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. മതി, ഉണ്ണി വരാറായി. വരുമ്പോ മട്ടുപ്പാവി കാത്തു നിന്നില്ലെങ്കിൽ അത് മതി മോഹം കറുപ്പിക്കാൻ. കുട്ടി കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ? ഇല്ല. ഉണ്ണി നമ്മളെയൊക്കെ പറ്റിക്കുക.
വികൃതി തരം അവന്റെ കൂടപ്പിറപ്പാ. എത്ര നാളായി ഞാനിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ദാ വരണു ഉണ്ണി. മോർണിംഗ്. അത് ഗുപ്തൻ തമ്പുരാനാ. ഏ മാധു തമ്പുരാട്ടിയുടെ മകൻ ഗുപ്തൻ തമ്പുരാൻ. പോകാൻ പറയൂ. ഉണ്ണി ഇന്നും വരില്ല അല്ലേ? ഒരിക്കൽ ഒരിക്കൽ വരും. തിരുമനസുണർന്നു. കുട്ടിയെ വിളിക്കണമെന്ന് കാര്യസ്ഥം വന്ന് പറഞ്ഞു. അതെ, ഉദയനാപുരം പാലസ് സെക്രട്ടറി രാമനാണ്. ഇല്ല, ബെഡ് റെസ്റ്റ് ആണ്. ഇല്ല, അതെ, സോറി, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞോളാം. വലഞ്ഞല്ലോ. അല്ല മെന്നെ, ഞങ്ങളൊക്കെ ബന്ധുക്കളല്ലേ, ഞങ്ങളോടൊക്കെ എന്താ എത്ര വലിയ ശത്രുത? ഒന്നുമില്ല, എന്നോട് വിരോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്ന് കൽപ്പിക്കുന്നതേ എനിക്ക് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ആരെയും മുകളിലേക്ക് കയറ്റി വിടണ്ടെന്നാണ് അവിടുത്തെ ഓർഡർ. ഇന്നലെ കളക്ടർ ഒന്ന് കണ്ടിട്ട് പോയി. സ്വന്തം സഹോദരിമാർക്കും അനന്തരവന്മാർക്കും ഒന്നും മുഖം കാണിക്കാൻ അനുവാദം ഇല്ല. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഏട്ടത്ത് പിന്നെ ഇവിടെ താമസിക്കുന്നതാ. സുഖമില്ലാന്ന് കമ്പി കിട്ടിയപ്പോ ഉടുത്ത സാരിയോടെ ഇറങ്ങി പോന്നതാ. അതും കാറില്. മദ്രാസിന്ന് ഇവിടെ വരെ വരാൻ എത്ര റുപ്യ കാർ വാടകന്ന് അറിയോ മേന്നെ? എത്ര ആയാലും വൗച്ചർ തരാമെങ്കിൽ കണക്കി കൊള്ളിച്ച ആ പണം അങ്ങോട്ട് മേടിച്ചു തരാം, പോരെ? അത്ര പിച്ചകളൊന്നുമല്ല ഞങ്ങള്. ഏട്ടൻ തിരുമനസിന്റെ സ്വത്ത് കണ്ട് മോഹിച്ചല്ല ഞങ്ങൾ ഓടി വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുമായിരുന്നു. ഭാഗം കിട്ടിയൊക്കെ വിറ്റ് നിന്ന് മറ്റു പലരും വന്ന് കൂടിയിട്ടുണ്ടല്ലോ. അവരോട് സംസാരിക്കുന്ന പോലെ ഞങ്ങളോട് സംസാരിക്കരുത്. അങ്ങനെ വന്നുകൂടിയതൊന്നും അല്ല കേശവ പിള്ള, അത് പറയരുത്. ഏട്ടൻ തിരുമനസ് കൊണ്ട് വിളിച്ചു വരുത്തി താമസിപ്പിച്ചിട്ടുള്ളതാ. ഏട്ടനെ കുറിച്ച് ആലോചിക്കാനും വിഷമിക്കാനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അന്യനാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നവരല്ലേ. ഇനി നിങ്ങൾ ആരും കഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം എന്റെ ഏട്ടന്റെ കാര്യം. ദേ, ഞാൻ ഇനി തിരിച്ച് മദ്രാസിക്കില്ല കേട്ടോ. ഇത് ഞാൻ പണ്ടേ പറയാറുള്ളതാ. നമ്മളിവിടെ ഇല്ലെങ്കിൽ അമ്മാമ്മയുടെ കാര്യങ്ങൾ നോക്കാനും അന്വേഷിക്കാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനും ഈ കൊട്ടാരം വിട്ട് എങ്ങോട്ടും പോണില്ല. അപ്പൊ നിന്റെ പഠിപ്പ്? പഠിപ്പൊക്കെ പിന്നെ അമ്മാവൻ തിരുമനസിൽ കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. സുഖമില്ലാന്ന് കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് നടുങ്ങിപ്പോയി. മെന്നെ, ഇച്ചിരി ഉള്ളി ഉണ്ടെങ്കിൽ കണ്ണിലോട്ട് ഞടിക്കോട്ടെ. അയാളൊന്ന് ഭംഗിയായിട്ട് കരഞ്ഞോട്ടെ. പരിഹസിക്കൊന്നും വേണ്ട കേട്ടോ. ഏട്ടന്റെ കാലം കഴിഞ്ഞ അടുത്ത കൈന് ശിവനാ. അത് മുന്നിൽ കണ്ട ഏട്ടൻ തന്നെ ഇവന് രാജരാജവർമ്മ എന്ന് പേരിട്ടിരിക്കണേ. ഉദയവർമ്മയ്ക്ക് ശേഷം ആരാ ഹൈനസ്? സുഭദ്രയുടെ മകനോ? അനന്തരവന്മാരിൽ മൂത്തയാള് ഞാനാ. അത് മാത്രമല്ല, ശൂദ്രന്മാരായിട്ടുള്ള വേളിയിൽ ഉണ്ടായതല്ല അവൻ. അവന്റെ അച്ഛൻ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ അസൽ വർമ്മയാ. എന്റെ ഭർത്താവ് ശൂദ്രനാണെങ്കിലും നല്ല പഠിപ്പും അന്തസ്സും ഉള്ളവനാ. അല്ലാണ്ട് ഏട്ടത്തിയുടെ ഭർത്താവിനെ പോലെ ഗതിയില്ലാത്തവനൊന്നും അല്ല. ഒന്ന് നിർത്തണുണ്ടോ? വെറുതെ അല്ല അദ്ദേഹം ഒന്ന് കാണാൻ പോലും സമ്മതിക്കാത്തത്. ദേ, ഇനിയും കലഹിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇപ്പൊ ചെന്ന് തിരുമനസിനോട് പറയും. പിന്നെ ഒരെണ്ണത്തിന് ഈ കൊട്ടാരത്തിന്റെ മതിൽക്കകത്തേക്ക് ഇങ്ങോട്ട് കയറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. കുട്ടിയുടെ എവിടെ ആയിരുന്നു? അമ്മയുടെ അടുത്തായിരുന്നു. കുറെ നേരമായി തിരുമനസ് അന്വേഷിക്കാൻ തുടങ്ങിട്ട്. അങ്ങോട്ട് ചെല്ലൂ. കണ്ട ശൂദ്രച്ചികൾക്ക് എന്തിനും അവകാശമുണ്ട്. മഹാരാജാവിനെ അച്ഛാന്ന് വിളിക്കുന്നു, മഹാറാണി അമ്മയെന്ന് വിളിക്കുന്നു. ഒരേ രക്തത്തിൽ പിറന്ന നമ്മള് പുറത്ത്, അന്യര്. പുറത്ത് എന്ന് പറഞ്ഞല്ലോ. എന്നേക്കായിട്ട് പുറത്താകാൻ വലിയ താമസമില്ല. എല്ലാരും മനസ്സിലായിക്കൊള്ളീൻ. ശംഭോ മഹാദേവ. ഉണർന്നു എന്ന് പറഞ്ഞു. ഉണർന്നു, വീണ്ടും ഒന്ന് മയങ്ങി. മരുന്ന് കൊടുത്തില്ലേ? ഇല്ല, മയങ്ങിയതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. കുട്ടി വന്നിട്ട് ഉണർത്താം എന്ന് കരുതി. അച്ഛാ, അച്ഛാ. പനി ഒട്ടുമില്ല. കുട്ടി എവിടെയായിരുന്നു? അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. കാത്തിരിപ്പൊക്കെ കഴിഞ്ഞോ? ഞാൻ കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ടാ പോന്നത്. ഇന്ന് ഇത്തിരി കരഞ്ഞു. ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി വണ്ടികൾ വരികയോ പോവുകയൊക്കെ ചെയ്തു. താഴെ വലിയ കോലാഹലം കേട്ടൂല്ലോ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാ മദ്രാസിലും കോട്ടയിലും. എന്നോട് ആരാ ഇതൊക്കെ ചെണ്ട കൊട്ടി നാട് മുഴുവൻ അറിയിക്കാൻ പറഞ്ഞത്? സുഖമില്ലാണ്ട് കിടക്കുമ്പോഴും ഒരു സമാധാനം തരില്ല എന്ന് വെച്ചാൽ
തിരുമനസ് മാപ്പാക്കണം. തലകർക്കവും ഛർദിയും വന്നപ്പോ ഞാനങ്ങ് ഭയന്നു പോയി. ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു അല്ലേ? തിരുവുള്ളക്കേടുണ്ടാവരുത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. തമ്പുരാട്ടിമാരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ പത്രത്തിൽ വന്നതോ? അതും അടിയന് പറ്റിയൊരു തെറ്റാണ്. ഒന്ന് തുമ്മിയാൽ അതും വാർത്തയാക്കണോ? ഫോൺ അങ്ങനെ ചിലച്ചോണ്ടിരിക്കുക. ആ രാമമേനോൻ മറുപടി പറഞ്ഞു തോറ്റു. മന്ത്രിമാര് വിളിക്കണു, MLA വിളിക്കണു. ഇനി ഉണ്ടാവില്ല. തന്റെ ഇഷ്ടത്തിന് താൻ ഒന്നും ചെയ്യണ്ട. ഞാനോ മേനോ പറയണത് മാത്രം ചെയ്താ മതി. മനസ്സിലായില്ലേ കുഞ്ഞീഷ? അടിയൻ. ആ, തനിക്ക് പോവാ. വാൻ. പെങ്ങന്മാരും മരുമക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്തിന്? ഇതുവരെ കണ്ടതൊന്നും പോരെ? കാണാത്രേ. തലയ്ക്ക് സ്ഥലമില്ലാത്ത ഒരെണ്ണമുണ്ട് ഇവിടെ. അതിനെ ആർക്കും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് എങ്ങനെയാ കാണണ്ടെന്ന് പറയാ? മരിച്ചിട്ട് വന്നാ മതിയല്ലോ. എല്ലാവർക്കും ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. ശല്യങ്ങള്. അവസാനം അനാഥാകാൻ പോണത് ഭാഗീരഥിയാ. എന്റെ കാലം കഴിഞ്ഞാലും അവളെ മറക്കരുത് കേട്ടോ. പ്രസവിച്ചില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചാ ശീലിച്ചത്. അമ്മയായിട്ട് തന്നെ കരുതണം. കരുതും, എനിക്കറിയാം. വളർത്തുമകളല്ല, മകളായിട്ട് തന്നെ അച്ഛൻ കണ്ടിട്ടുള്ളൂ. എന്നെ ഒന്ന് കുടിച്ചാലോ? വിരോധമില്ല, പക്ഷെ ഇന്ന് തന്നെ വേണോ? വേണം. ഇപ്പോഴത്തെ ഈ സുഖമില്ലായ്മയൊക്കെ കുളിക്കാഞ്ഞിട്ടാ. എന്നിട്ട് മതി മരുന്നും പ്രാതലും ഒക്കെ. നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂരിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്ക്. രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ പറഞ്ഞേ? എന്നെ ഇഷ്ടപ്പെടണ്ട, ഒന്ന് പോകൂ. മാധുത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ. ഒരു ഭൃംഗം. ആ ഭൃംഗം. ഹലോ മിസ്റ്റർ ഭൃംഗം, പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ? ഏത് കഥയാണ് ആടുന്നത്? എങ്ങടെ ഓടണേ? അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണിൽ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല. തമ്പുരാൻ വിശദീകരണം ഒന്നും വേണ്ട. 3-4 ആൺകുട്ടികൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണ് കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാഴവി. പൊക്കോട്ടെ, പാവം. പാവം. പാവമാണെങ്കിൽ വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീരൊന്നും ഒലിപ്പിക്കണ്ട. കള്ളക്കരച്ചില്. എന്താ എടുത്തേ? തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക. ഞാൻ പറയാം നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടാന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു ചേർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ. എന്നിട്ടുള്ളതും ഇല്ലാതൊക്കെ കൂടി ഏട്ടൻ തിരുമനസിനടുത്ത് പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. അടിച്ചു കളിക്കാൻ നിന്ന പാറക്കുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞാ മതി. ഏട്ടൻ തിരുമനസിന് കാര്യങ്ങളെല്ലാം അറിയാം. വിവാഹപ്രായമെത്തിയ 2 പെമ്മക്കളുണ്ട് ഞങ്ങൾക്ക്. ആ ശൂദ്രജി പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനമെങ്കിലും സ്വന്തം അനന്തരോൾമാർക്ക് കൊടുത്തൂടെ? എത്ര നേരത്തെ വേളി കഴിച്ച് വിടേണ്ടതാ എന്റെ കുട്ടികളെ. അതും ശരിയാണ്. നീലഗിരിയിലെ എസ്റ്റേറ്റ് എന്നെ ഏൽപ്പിച്ചാൽ ഇതിലും ഭംഗിയായിട്ട് ഞാൻ നോക്കി നടത്തില്ലേ? സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന രാമമേനന് തേയിലത്തോട്ടത്തെ പറ്റി എന്ത് മണ്ണാങ്കട്ടി അറിയാം. അമ്മാവൻ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടാ കാണണേ. എന്റെ മോൻ ബോംബെ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ചെറിയച്ഛൻ ഏട്ടനോടൊന്ന് പറയണം. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് നേരത്തെ തരാൻ. ഞാൻ എങ്ങനെ പറയും? ചെറിയച്ഛന് പറഞ്ഞാൽ എന്താ? അച്ഛന്റെ സ്ഥാനല്ലേ? അതല്ല, ആ ബാലരാമന് 4-5 ഏക്കർ സ്ഥലം ഇഷ്ടദാനമായി ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുക ഞാൻ. അതിന്റെ ഇടയില് ഇതെങ്ങനെ ചോദിക്കും? ഓഹോ, അത് ശരി. അപ്പൊ വെറുതെ അല്ല ചെറുമോനെ കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഞങ്ങളൊക്കെ അവകാശപ്പെട്ടതാ ചോദിക്കണേ. മുത്തശ്ശന് ഏത് വകുപ്പിലാ ഇഷ്ടദാനം? പറഞ്ഞു വന്നാ നമുക്ക് ആർക്കുമില്ല അവകാശം. എല്ലാവരുടെയും ഭാഗം പിരിഞ്ഞത് തന്നെയാ. ഉദയവർമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി ഈ സ്വത്തൊക്കെ. അതുകൊണ്ട് അവകാശത്തിന്റെ കഥയും പറഞ്ഞു തന്നാ ആർക്കും ഒന്നും കിട്ടാണ്ടാവും. ഒരു തരി മണ്ണ് ധരിക്കില്ല. അത് ഞാൻ വിചാരിച്ചാൽ നടക്കും. മൂത്ത് ധരിച്ചിട്ടും ദുഷ്ടബുദ്ധിക്ക് ഒരു കുറവില്ല. രവി, എന്താ ഇത്? ഗുരുത്വദോഷം പറയുന്നോ? ചെറിയച്ച ക്ഷമിക്കണം.
അവൻ ബോധമില്ലാണ്ട്. ബോധം കൂടിയിട്ടാ നന്നല്ല, നാക്ക് ആയുസ് കുറയ്ക്കും. എത്തിയിട്ടുണ്ടല്ലോ ആരൊക്കെയോ. 4-5 ദിവസമായിട്ട് ഈ ശല്യം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാണാവോ? ദിവസവും ഉണ്ടാവുമല്ലോ ആരെങ്കിലും. അത് രാമനാട്ടുകര അനന്തമൂർത്തിയുടെ ശബ്ദമാണല്ലോ. മാനസപൂജയിൽ ഭാവപ്രണീതമാം അമൃതമന്ത്രങ്ങളിലൂടെ, മാനസപൂജയിൽ ഭാവപ്രണീതമാം അമൃതമന്ത്രങ്ങളിലൂടെ നിൻ ഹൃദന്തം ജഗത്തും അകമലരിലുതിർത്തു മരന്തം, നിൻ ഹൃദന്തം ജഗത്തും അകമലരിലുതിർത്തു മരന്തം. സനി മദനി പാപ്പ സനി ഗഗധനി സീരി സനി പമ ഗമരി സനി പമ ഗമരി സാരി സനി ഗാന ഭഗവതി ദാന മാധവ രാമ ഗരി ഗമരി നീരി മാമനി ഗഗ പാപനി ഗഗ സരി ഗഗ മമ ദനി സരി ഗഗ ഗഗ ഗരി തരളനാദ രൂപിണി ശങ്കരി പാഹിമാ പാഹിമാ. സർവചരാചരം കാണൂ നിന്നുന്നിൽ തുമ്പൈ താമരയോളം, സർവചരാചരം കാണൂ നിന്നുന്നിൽ തുമ്പൈ താമരയോളം. നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം, നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം. സനി മദനി പാപ്പ ഇനി സനി ഗഗധാരി സരി സനി പമ ഗമരി സനി പമ ഗമരി സാരി സനി ഗാന ഭഗവതി ദാന മാധവ രാമ ഗരി ഗമരി നീരി മാമ ഗഗ പാപ സരി ഗഗ മമ ദനി സരി ഗഗ ഗഗ ലയ തരളനാദ രൂപിണി ഗമദനി നാദ രൂപിണി നിസ സഗ ഗമ മദ സാനി പാമഗ മദ ഗമ രിഗ സരി നി സരി ഗ രിഗ സരി നി സധനി മദ നി സ നാദ രൂപിണി ഗരി സനി ധനി ധ മഗ മദ ധനി നി സ ഗരി സരി സരി സനി ധ ഗരി സനി ധ നി സരി ധ മ ഗമ മദനി നാദ രൂപിണി ശങ്കരി പാഹിമാം പാഹിമാം ശ്രുതി മധുരതരനാദ രൂപിണി ശങ്കരി.